നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ പേര് അന്നപൂർണി എന്നാണ്. കാണാൻ നല്ലൊരു ഐശ്വര്യമുള്ളൊരു സ്ത്രീയിലെ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ യഥാർത്ഥ രൂപം ഇതായിരുന്നു. ഭർത്താവിനെയും മക്കളെയും വേണ്ട അവിഹിത ബന്ധത്തിലൂടെ സ്വന്തമാക്കിയ കാമുകനെ മാത്രം മതി എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞൊരു സ്ത്രീ. ഇപ്പോൾ അവർ ചെയ്തു വരുന്ന ജോലി എന്ന് പറയുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കുക, എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കുക, അങ്ങനെയുള്ളൊരു ആൾ ദൈവമാണ് അവരിപ്പോൾ. സ്വന്തം ഭർത്താവിനെയും മക്കളെയും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പോൾ അന്നപൂർണി അരസ്വാമിയായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അന്നപൂർണിയുടെ ജീവിത കഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. നമുക്ക് ആദ്യമായിട്ട് അന്നപൂർണി എന്ന പേരിൽ നിന്നും അന്നപൂർണി അരസോമ്മ എന്ന പേരിലേക്ക് ഇവർ എങ്ങനെയാണ് വന്നത് എന്ന് നോക്കാം. അന്നപൂർണി എന്ന് പറയുന്നത് ഇവരുടെ യഥാർത്ഥ പേര് തന്നെയാണ്. എന്നാൽ അരസു എന്ന് പറയുന്നത് ഇവരുടെ കാമുകൻ്റെ പേരാണ്. അമ്മ എന്ന് പിന്നെ എല്ലാ ആൾദൈവങ്ങളും പൊതുവെ സ്ത്രീകളായിട്ടുള്ള ആൾദൈവങ്ങളൊക്കെ ഇടുന്നൊരു പേരാണല്ലോ അവസാനം അമ്മ എന്ന് പറയുന്നത്. വർഷം 2013 സൊൽവതെല്ലാം ഉണ്മ എന്ന് പറയുന്നൊരു ചാനൽ പ്രോഗ്രാം, അതായത് നമ്മുടെ കഥയല്ലത് ജീവിതം എന്ന് പറയുന്ന മലയാളം പ്രോഗ്രാമില്ലേ, അതിൻ്റെ ഒരു തമിഴ് വേർഷൻ. കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിച്ച് തീർക്കുന്ന ആ ഒരു പ്രോഗ്രാമിൽ അന്നപൂർണിയും അന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ അവതാരിക അന്നപൂർണിയോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും വേണോ അതോ കാമുകനെ വേണോ, കാമുകൻ്റെ കൂടെ പോണോ എന്ന്. എനിക്കെൻ്റെ കാമുകനെയാണ് വേണ്ടത്, ഞാൻ കാമുകൻ്റെ കൂടെ പോവുകയാണ് എന്നാണ് അന്നപൂർണി പബ്ലിക്കായിട്ട് പറഞ്ഞത്. സൊൽവതെല്ലാം ഉണ്മ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ 2 വീട്ടുകാരുണ്ടാവും. അന്നപൂർണിയും അന്നപൂർണിയുടെ ഭർത്താവും മക്കളും ആ കുടുംബം ഉണ്ടാവും. അതുകൂടാതെ അന്നപൂർണിയുടെ കാമുകനായിട്ടുള്ള അരസു, അയാൾക്കും ഭാര്യയും മക്കളും ഉണ്ട്, അവരുടെ കുടുംബവും ഉണ്ടാവും. സോ പ്രോഗ്രാമിൽ വെച്ച് തന്നെ ഉണ്ടായ ചില വാക്കുതർക്കത്തിൻ്റെ പേരിൽ അന്നപൂർണിയുടെ ഭർത്താവ് അന്നപൂർണിയുടെ കാമുകനെ തല്ലുന്നുണ്ട് ഒരുപാട്. എന്തായാലും അന്നപൂർണി അരസോമ്മയുടെ ആ പ്രോഗ്രാമിലെ ചെറിയൊരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടാ. ഇപ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാമിൽ വെച്ച് ഇവരെല്ലാവരും കൂടെ വഴക്കുണ്ടാവുന്ന ഒരു വീഡിയോ കണ്ടില്ലേ? ഇനി ഭക്തരെല്ലാവരും കൂടിയിട്ട് ഇവരെ പ്രാർത്ഥിച്ച് കുമ്പിട്ട് ഇവരുടെ കാല് പിടിച്ച് അങ്ങനെ ഒരു വല്ലാത്തൊരു ഭക്തിമയത്തിൽ നിൽക്കുന്ന വീഡിയോ നിങ്ങൾ നോക്ക്. എന്തൊരു അവസ്ഥയാണ് അല്ലേ? ഏത് സാഹചര്യത്തിൽ പോയ സ്ത്രീയാണ്. ഈ സാഹചര്യമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഇവരെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ ജനങ്ങൾക്കും അറിയാം. എന്നിട്ടും അവർ ഈ പറയുന്ന പോലെ കാലിൽ വീഴാനും കുമ്പിടാനും പ്രാർത്ഥിക്കാനൊക്കെ പോവുകയാണ്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇവർക്ക് ഒരു കാമുകൻ മാത്രമല്ല ഉണ്ടായിരുന്നത്, നിരവധി കാമുകന്മാരുണ്ടായിരുന്നു. പക്ഷേ അരസു എന്ന പേരുള്ള ആ കാമുകന്റെ പേര് വെച്ചിട്ടാണ് ഇവർ ആൾദൈവമായിട്ട് മാറിയത്. തമിഴ്നാട്ടിലെ ശിവഗംഗയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് അന്നപൂർണി ജനിക്കുന്നത്. അതായത് ഒരു ദിവസം 3 നേരം ഭക്ഷണം ലഭിക്കാൻ പോലും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ. തുണികൾ നിർമ്മിക്കുന്ന കമ്പനിയിലെ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു അന്നപൂർണിയുടെ അച്ഛൻ. അതേപോലെ തന്നെ അന്നപൂർണിക്ക് 3 സഹോദരന്മാരുണ്ട്. 1998 മാർച്ച് മാസമാണ് അന്നപൂർണിയുടെ വിവാഹം നടക്കുന്നത്. അന്നപൂർണി വിവാഹം കഴിക്കുന്ന ആളുടെ പ്രായം എന്ന് പറയുന്നത് അന്നപൂർണിയേക്കാളും 13 വയസ്സ് കൂടുതലായിരുന്നു. അതുമാത്രമല്ലാതെ ഈ വിവാഹം കഴിക്കുന്ന ആളുടെ 2ാമത്തെ വിവാഹമാണ് അന്നപൂർണിയുമായിട്ടുണ്ടായിരുന്നത്. ആദ്യ വിവാഹത്തിലെ ഭാര്യ ഡിവോഴ്സ് ആയതുകൊണ്ടാണ് അയാൾ അന്നപൂർണിയെ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്നപൂർണിയെ ഇതേപോലൊരു 2ാം വിവാഹക്കാരന് ഇത്രയും പ്രായം കൂടിയ ഒരു വ്യക്തിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. തുടർന്ന് വർഷം 2001 അന്നപൂർണിക്കും ഭർത്താവായിട്ടുള്ള ശങ്കരനാരായണനും ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഈ കുഞ്ഞ് ജനിച്ച ശേഷം ഇവർ ശിവഗംഗയിൽ നിന്നും ചെന്നൈയിലേക്ക് സ്ഥിരതാമസം മാറുകയാണ്. ചെന്നൈയിലെത്തി 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റൊരു കുഞ്ഞു കൂടെ ജനിച്ചു. 2ാമത്തെ കുഞ്ഞ് ജനിച്ച ശേഷമാണ് അന്നപൂർണിക്ക് നിരവധി പുരുഷന്മാരുമായിട്ട് തെറ്റായ ബന്ധം തുടങ്ങുന്നത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ചെന്നൈയിൽ ഇവർ താമസിച്ചു വരുന്ന വീട്ടിനടുത്തേക്ക് മറ്റൊരു കുടുംബം കൂടെ വാടകയ്ക്ക് താമസിക്കാനായിട്ട് വരികയാണ്. അതിലെ ഗൃഹനാഥൻ്റെ പേരാണ് അരസു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അരസുവിനും ഭാര്യയും 2 മക്കളും ഉണ്ട്. ഈ 2 കുടുംബവും വളരെ നല്ല രീതിയിൽ ഒത്തൊരുമയോട് കൂടിയാണ് ചെന്നൈയിൽ ജീവിച്ചു വന്നത്. 2 കുടുംബവും ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകുന്നു, അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ആഘോഷിക്കുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അരസുവും അന്നപൂർണയും തമ്മിൽ ഒരു തെറ്റായ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ബന്ധം മറ്റാരെയും അറിയിക്കാതെ വളരെ സീക്രട്ടായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തു വന്നു. ഈ 2 കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇവർ 2 പേരും ഇവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളെല്ലാം തന്നെ ആസ്വദിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്
പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയില്ലേ, അങ്ങനെ ഇവർ താമസിക്കുന്ന ആ വീടുകളുടെ പരിസരത്തുള്ള ആളുകൾക്കിടയിൽ ഒരു സംസാരം വരികയാണ് അന്നപൂർണിയും അരസും തമ്മിൽ തെറ്റായ ബന്ധം ഉണ്ട് എന്ന്. കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ചയുടെ വിചാരം എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ. എന്നാൽ നാട്ടുകാർ ഇതെല്ലാം തന്നെ വളരെ വൃത്തിക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. അന്നപൂർണിയുടെ ഭർത്താവായിട്ടുള്ള ശങ്കരനാരായണന് അന്നപൂർണിയെ വളരെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ശങ്കരനാരായണൻ തൻ്റെ ഭാര്യയെയും തൻ്റെ സുഹൃത്തിനെയും വിശ്വസിച്ചു. അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അയാൾ വിചാരിക്കുകയാണ്. പക്ഷേ അന്നപൂർണിയുടെ മക്കൾ തന്നെ ഈ കാര്യം നേരിട്ട് കണ്ടു എന്ന് സ്വന്തം അച്ഛനോട് പറഞ്ഞു കൊടുത്തു. അമ്മയെ ഇങ്ങനെ മോശമായ രീതിയിൽ ഞങ്ങൾ കണ്ടു എന്ന്. അവസാനം മക്കളിൽ നിന്ന് പോലും ഈ ഒരു കാര്യം കേട്ടപ്പോൾ ശങ്കരനാരായണൻ അന്നപൂർണിയോട് നേരിട്ട് ചോദിച്ചു, നിനക്ക് അങ്ങനെ വല്ല ബന്ധമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും തെറ്റായ ബന്ധം നിങ്ങൾ തമ്മിലുണ്ടോ എന്ന്. മറുപടിയായിട്ട് അന്നപൂർണി പറഞ്ഞത്, ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിനെയും മക്കളിനെയും ചതിക്കില്ല എന്നാണ്. ഭാര്യയുടെ വായിൽ നിന്നും ഈ കാര്യം കേട്ടപ്പോൾ ശങ്കരനാരായണന് സമാധാനമായി. അയാൾ പൂർണ്ണമായിട്ടും വീണ്ടും തൻ്റെ ഭാര്യയെ വിശ്വസിച്ചു. അവസാനം 2009 ആയ സമയത്ത് ശങ്കരനാരായണൻ തന്നെ ഇവരുടെ ഈ ഒരു ബന്ധം നേരിട്ട് കാണുകയാണ്. ശങ്കരനാരായണൻ ഇത് നേരിൽ കണ്ട് വലിയ പ്രശ്നങ്ങളായി, വഴക്കുകളായി. അവസാനം അന്നപൂർണയും ഈ പറയുന്ന അരസവും ഒരു തീരുമാനമെടുത്തു, നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം, എന്തായാലും എല്ലാവരും അറിഞ്ഞല്ലോ, അപ്പം നമുക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാമെന്ന്. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുമിച്ച് ജീവിക്കാനായി തുടങ്ങുകയാണ്. ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല, അതല്ലാതെ. വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞ ഇവരുടെ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കോംപ്രമൈസ് ചെയ്ത് സംസാരിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വില പോയില്ല. അവസാനം 2013 സി തമിഴ് എന്ന് പറയുന്ന ചാനലിലേക്ക് ഈ കുടുംബത്തെ ഇവർ ക്ഷണിക്കുകയാണ്, ഇത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സോൾവതെല്ലാം ഉണ്മ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക്. എനിക്ക് പേഴ്സണലി ഇതുപോലുള്ള പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് ഈ കുടുംബക്കാരെല്ലാം തന്നെ വരാനായിട്ട് സമ്മതിക്കുന്നത് എന്നറിയില്ല. ഒരുപക്ഷെ ഇവർക്ക് പണം കൊടുക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ പറയുന്ന അരസുവിൻ്റെ കുടുംബവും അരസുവും ഭാര്യയും മക്കളും അതുകൂടാതെ അന്നപൂർണിയും ഭർത്താവും ഇവരെല്ലാവരും ആ ഒരു പ്രോഗ്രാമിലേക്ക് വരികയാണ്. ശേഷം ആ പ്രോഗ്രാമിൽ വെച്ച് അവതാരകയുടെ ചോദ്യം ചെയ്യൽ ഇപ്രകാരമായിരുന്നു. അതായത് ആദ്യം അരസുവിനോടാണ് ചോദിച്ചത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അന്നപൂർണിയുടെ കൂടെ പോയി താമസിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നോക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അരസു പറഞ്ഞ മറുപടി, എനിക്ക് എൻ്റെ കുടുംബത്തെയും മക്കളെയും ഒന്നും വേണ്ട, എനിക്ക് അന്നപൂർണയെ മാത്രം മതി എന്നാണ്. സെയിം ചോദ്യം അന്നപൂർണയോടും ചോദിച്ചു. ഇതിന് മറുപടിയായിട്ട് അന്നപൂർണയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്, എനിക്ക് എൻ്റെ ഭർത്താവിനെയും മക്കളിനെയും ഒന്നും വേണ്ട, ഞാൻ അരസുവിൻ്റെ കൂടെയാണ് ജീവിക്കാനായിട്ട് പോകുന്നത് എന്ന്. എന്തായാലും തമിഴ്നാട്ടിൽ ഈ ഒരു പ്രോഗ്രാമും ഇവരുടെ ഈ ഒരു കുടുംബ പ്രശ്നവും വളരെയധികം ഫേമസ് ആവുകയാണ്, നല്ല രീതിയിൽ വൈറലാവുകയാണ്. ഇത് വൈറലായതിനു ശേഷം, ഈ ഒരു പ്രോഗ്രാമിന് ശേഷം വീണ്ടും അന്നപൂർണയും അരസവും ഒരുമിച്ച് തന്നെയാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇവർ തമിഴ്നാട്ടിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലം മേടിക്കുന്നു. ആ ഒരു സ്ഥലത്ത് ഫ്രീ സർവീസ് എന്ന രീതിയിൽ ഇവർ എല്ലാവർക്കും ആശ്വാസം നൽകും, എല്ലാവരുടെയും മനസ്സിനെ തണുപ്പിക്കും, എല്ലാവരുടെയും കൂടെ ഞങ്ങളുണ്ട് എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ്. വല്ലാതെ വിഷാദ രോഗത്തിലിരിക്കുന്ന ആളുകൾക്ക് സമാധാനം പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുക. അതല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിൻ്റെ ആ ഒരു ഏറ്റവും അങ്ങേയറ്റത്തിരിക്കുന്ന ആളുകളെ എല്ലാം തന്നെ സമാധാനിപ്പിക്കുക, അവരുടെ കൂടെ ഉണ്ട് എന്ന രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള പരിപാടിയാണ് ഇവരുടെ സ്ഥലത്ത് നടന്നു വന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവർ ഫേമസ് ആവുകയാണ്. അതുമാത്രമല്ലാതെ ഇവരുടെ ഈ അവിഹിതം കൊണ്ടുള്ള ഈ ഒരു പോപ്പുലാരിറ്റി ഇല്ലേ, അതിനെ നല്ല രീതിയിലേക്ക് ഇവർ മാറ്റിയെടുക്കുകയാണ്. അത് ദൈവത്തിൻ്റെ വിധിയായിരുന്നു. ദൈവമാണ് ഞങ്ങളോട് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഒരു വല്ലാത്തൊരു മാനസിക ശക്തിക്ക് ഉടമകളാണ്. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം തന്നെ നന്മകൾക്ക് വേണ്ടിയിട്ടാണ്, ഈ നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ഒന്നിക്കാനായിട്ട് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ് പരത്തുകയാണ്, സ്പ്രെഡ് ചെയ്യിക്കുകയാണ്. ഇവിടെ അന്നപൂർണയുടെയും അരസുവിൻ്റെയും തലവര മാറിയത് എവിടെയാണെന്ന് വെച്ചാൽ, ഇവർ ഈ നടത്തിയ ഈ ക്യാമ്പയിൻ ഇല്ലേ, എല്ലാവർക്കും സമാധാനം കൊടുക്കും, എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കും എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ, അത് നല്ല രീതിയിൽ കയറി ക്ലിക്കായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാമ്പയിൻ വഴി ഇവർക്ക് ഒരുപാട് പണവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2018 കൂടി ഇവർ മറ്റൊരു സ്ഥലവും കൂടെ മേടിച്ച് അവിടെ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കും എന്ന രീതിയിൽ മറ്റൊരു സംഭവം കൂടെ തുടങ്ങുകയാണ്, ഒരു സംരംഭം കൂടെ. അതായത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസമല്ലേ ഫ്രീ ആയിട്ട് എന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് വീണ്ടും ആളുകൾ അവിടേക്ക് തടിച്ചുകൂടി. കുറച്ച് ഡോക്ടേഴ്സിനെയൊക്കെ വെച്ച് ഇവർ ഫ്രീ ആയിട്ട് ചികിത്സിക്കുകയാണ്. ഇവരുടെ ഈ നന്മയുള്ള പ്രവൃത്തികൾ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇവരുടെ ഈ പരിപാടിക്ക് ഡൊണേറ്റ് ചെയ്യാനായി തുടങ്ങി. അങ്ങനെ ധാരാളം പണം സമ്പാദിച്ചു ഇവർ. ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ വീണ്ടും ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. അതായത് ട്വിസ്റ്റുകളോട് ട്വിസ്റ്റ്. 2019 ആയപ്പോൾ ഈ അരസു എന്ന് പറയുന്ന ആൾ മരണപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിന് ശേഷം ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് അന്നപൂർണി വീണ്ടും ഒരു വിളംബരം പോലെ നടത്തി.
2009 സമയത്ത് തന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു ദൈവിക ശക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അരസു മരിച്ചപ്പോൾ അരസുവിൻ്റെ ആ ഒരു ആത്മാവും എന്നിലേക്ക് അലിഞ്ഞു ചേർന്നു. അതുകൊണ്ട് തന്നെ സ്നേഹം ലഭിക്കാത്തവർക്ക് സ്നേഹം കൊടുക്കാനും അനുഗ്രഹം കൊടുക്കാനുമായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും അനുഗ്രഹിക്കാൻ കഴിയും, എല്ലാവർക്കും സമാധാനം തരാനായിട്ട് കഴിയുമെന്ന് സ്വന്തമായിട്ട് പറഞ്ഞ് അവർ സ്വന്തമായിട്ടൊരു ആൾ ദൈവമായിട്ട് മാറി. ജനങ്ങൾ എന്ത് രീതിയിൽ ആലോചിച്ചിട്ടാണ് അന്നപൂർണയെ വിശ്വസിക്കുന്നത് എന്നറിയില്ല. എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ ആൾ ദൈവങ്ങൾക്ക് വളരെ ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അന്നപൂർണയെ കാണാനായിട്ട് ഭക്തജനങ്ങൾ ഒരുപാട് പേര് ഒഴുകിയെത്തുകയാണ്. അന്നപൂർണയുടെ കാലി പിടിക്കാൻ, അതുപോലെ തന്നെ അനുഗ്രഹം മേടിക്കാൻ. അവരൊന്ന് തൊട്ടെങ്കിൽ സമാധാനമായി, എൻ്റെ ജീവിതമെല്ലാം തന്നെ ഇനി ധന്യമാവും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു. അന്നപൂർണി ഇത്രയും ഉയർച്ചയിലെത്താനുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന സർവീസ് എല്ലാം തന്നെ തീർത്തും സൗജന്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതുപോലുള്ള സൗജന്യമായിട്ടുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഇതിൻ്റെ പുറകെ വരുന്ന ഡൊണേഷനുകൾ മറ്റാർക്കും അറിയില്ല. ഇവർ നടത്തുന്നത് ഒരു സേവനമാണ്, ഒരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക്, ഇവരുടെ ട്രസ്റ്റിലേക്കെല്ലാം തന്നെ ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. 2021 അവസാനം ഇവർ നടത്തിയൊരു പ്രസ്താവന വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് 2022 ജനുവരി 1 ഇവർ പ്രാർത്ഥനയും പരിപാടിയൊക്കെ നടത്തുന്ന ആ സ്ഥലത്തേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. ആ ദിവസം ആരൊക്കെ വന്നോ, ഇവരുടെ സ്ഥലത്തേക്ക് ആരൊക്കെ നേരിട്ട് എത്തിയോ, ഇവരുടെ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ ആരൊക്കെ കൈപ്പറ്റിയോ അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ, ഏതൊരു ആഗ്രഹം ആയിക്കോട്ടെ, അതെല്ലാം തന്നെ സാധിക്കുമെന്ന് ഇവരൊരു പ്രസ്താവന നടത്തുകയാണ് പബ്ലിക്കായിട്ട്. ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് നിങ്ങൾ രാവിലെ എണിച്ചിട്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ മാത്രം മതി, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിക്കുമെന്ന് കേൾക്കുമ്പോൾ ഏതൊരാളുടെ മനസ്സും ചിലപ്പോൾ ഒന്ന് ചാഞ്ചാടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ചിലപ്പോൾ ഒന്ന് പോയാൽ ചിലപ്പോൾ എൻ്റെ ആഗ്രഹം സാധിക്കുമോ, ഒന്ന് പോയിട്ട് വന്നാലോ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ ചിലരിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രസ്താവന തമിഴ്നാട്ടിൽ തന്നെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ആളുകൾ ഒരുപാട് ആൾക്കാർ വന്ന് തിങ്ങിക്കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നത്തെ ആലോചിച്ചിട്ട് പോലീസുകാർ ഈ ഒരു പരിപാടി നടക്കാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി. അന്നപൂർണയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ കോമഡി ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. 2022 ഇവരുടെ നല്ല രീതിയിൽ ഇങ്ങനെ ആളുകളെയൊക്കെ പറ്റിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് വളർന്നു വന്നത്, ഇവരെങ്ങനെയാണ് ഈ രീതിയിൽ എത്തിയത് എന്ന് അറിയുന്ന ആളുകൾ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അവരിൽ ചിലർ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു, അന്നപൂർണയെ ഇല്ലാതാക്കുമെന്ന്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ എല്ലാ ശക്തിയുമുള്ള അന്നപൂർണി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എനിക്കെതിരെ വധഭീഷണി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊതുവേ മനുഷ്യർക്ക് ഒരുപാട് വിഷമങ്ങളാണ്, ഒരുപാട് പരാതികളാണ്, തീരാത്ത പരാതികൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആര് തീർത്തു തരും, ആരോട് പറയും എന്നറിയാതിരിക്കുന്ന മനുഷ്യർ ഇതേപോലെ ഒരാൾ വന്നിട്ട് ഞാൻ ദൈവമാണ്, ഞാൻ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരുമെന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് അല്ലേ? ചിലപ്പോൾ ശക്തി കിട്ടിയിട്ടുണ്ടെങ്കിലോ, ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഈ ആൾദൈവങ്ങളെ എല്ലാവരും കയറിയങ്ങ് തലയിൽ കയറ്റി വെക്കുന്നത്. പിന്നെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന വലിയൊരു മാഫിയ, ഇതിൽ നിന്നും നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്ന വലിയൊരു മാഫിയയിലെ ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും. ഇതാണ് ആൾദൈവങ്ങളുടെ ഏക സീക്രട്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ ഏക കാരണം ഇത് ഒരു കേസാണെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. വളരെ എന്താ പറയുക, നമുക്കെന്നെ ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഇരുന്ന സ്ത്രീ, അതും പബ്ലിക്കായിട്ട് ഈ ഡിജിറ്റൽ യുഗത്ത് വന്ന് ഇതുപോലൊരു പേരുള്ളൊരു സ്ത്രീ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞ് മാറ്റി ഒരു ആൾദൈവമായിട്ട് മാറിയിരിക്കുന്നു. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഇവിടെ നടക്കുന്നത്? ആളുകൾ ഏത് രീതിയിലാണ് ആലോചിക്കുന്നത് കാര്യങ്ങളെ? മനുഷ്യൻ്റെ ബാക്കിയുള്ള മൃഗങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള ഒരു പ്രത്യേകത, മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ചിന്താശേഷിയാണ്. മനുഷ്യർക്ക് ആലോചിക്കാനുള്ള കഴിവുണ്ട്, ബാക്കിയുള്ള മൃഗങ്ങൾക്ക് അതില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലോകമൊക്കെ അടക്കി വാഴുന്നത്. അപ്പോഴാണ് ഇതുപോലുള്ള പ്രവർത്തികൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഏതൊരു കാര്യവും അവനവൻ്റെ യുക്തിക്കനുസരിച്ച് മാത്രം തീരുമാനിക്കുക. നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ പോസിബിൾ ആണോ? പല ആളുകളുണ്ട് ഈ രീതിയിൽ, സോഷ്യൽ മീഡിയയിലുണ്ട്, അല്ലാതെയുണ്ട്, എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ അവനവൻ്റെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.